ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് കഴിഞ്ഞ ദിവസം കട്ടിങ് ചെയ്ത ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇതിന് മുമ്പുള്ളതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ. അത് ബാക്ക്, ഇത് ഫ്രണ്ട്, ഇത് സ്ലീവ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്ലീവ് മടക്കി അടിക്കാം. അപ്പോൾ ഇത് സ്ലീവ് ഹെമ്മിങ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് ചെയ്യണത്. അപ്പോൾ ഇത് പ്രിൻ്റാണെങ്കിലും നമുക്ക് സ്റ്റിച്ചിങ് ചെയ്താലും മതി, പക്ഷേ ഞാനിത് ഹെമ്മിങ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറുതായിട്ട് മടക്കി ഒരു അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് വീതിയിലേക്ക് മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യണ രീതിയിലാണ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ അളവിൻ്റെ സ്ലീവ്. അപ്പോൾ അത് വെച്ച് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ 1 ഇഞ്ച് വീതി നമുക്ക് കിട്ടുന്നുണ്ട് ബാലൻസ്. അതിൽ കൂടെ ഞാനൊരു വലിയ സ്റ്റിച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ ഹെമ്മിങ്ങിൻ്റെ ഇത് കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിങ് അഴിച്ച് കളയാനാണെങ്കിൽ നടുക്കിട്ടാണ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് അടിഭാഗം കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 സ്ലീവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഫ്രണ്ട് കുഴിച്ച് വെട്ടിക്കളയാണ് കേട്ടോ ഞാനത്. ഫ്രണ്ട് നമ്മളൊരു 1/2 ഇഞ്ച് സെൻറ്ററിൽ കുഴിച്ച് വെട്ടണം. അങ്ങനെ ഞാനത് ഫ്രണ്ട് കുഴിച്ച് വെട്ടിയത് മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഇനി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടും ബാക്കും. ഇനി ബ്ലൗസിൻ്റെ ബാക്ക് പീസാണിത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇതേ അളവ് വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ബാലൻസ് നമുക്ക് മടക്കി അടിക്കണം. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായി മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ട് 1 ഇഞ്ച് വീതിയിൽ ഹെമ്മിങ് ചെയ്യാൻ കാണിക്കുന്നത് തന്നെയാണ് ബാക്കും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ബാക്കിൻ്റെ അടിയിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കൂടുതലും നമ്മൾ ബ്ലൗസിൽ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ട് മാത്രമല്ല, ഫ്രണ്ടിൻ്റെ ടക്ക് കറക്റ്റ് ആയാലാണ് നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടക്ക് നമ്മൾ അളക്കണേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോൾഡറിൽ നിന്ന് നമ്മൾ ആ ടക്ക് സെൻറ്ററിലെ ടക്ക് വരെയുള്ള അളവ് എടുക്കണം ആദ്യം തന്നെ. ഇപ്പോൾ ഇതൊരു 11.5 കിട്ടിയേക്കണേ. അപ്പോൾ ഒരു 4 ഇഞ്ചും കൂടി കൂടുതൽ ഇട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാതെ. ഇനി നമുക്ക് ഈ ഇവിടുന്ന് ഹുക്ക് വയ്ക്കുന്നിടത്തു നിന്ന് നമ്മുടെ ആ സെൻറ്ററിലെ ഇതിനകത്തേക്ക് ടക്കിലേക്ക് എത്ര അകലം വരുമെന്ന് നോക്കാം. അപ്പോൾ ഒരു 4 ഇഞ്ച് അകലമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ച് കൂടി കൂട്ടി 4.25 ഇഞ്ച് സെൻറ്റർ ടക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സെൻറ്ററിൽ നിന്നാണ് നമുക്ക് ബാക്കിയുള്ള ടക്കുകളുടെയൊക്കെ അളവ് കറക്റ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ സെൻറ്റർ കറക്റ്റായാൽ നമുക്ക് ബാക്കിയൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് സെൻറ്ററിൽ നിന്ന് 2.5 ഇഞ്ച് വീതമാണ് 2 ടക്കിലേക്കും വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം 3 ടക്കുള്ള ബ്ലൗസാണ്. ചിലത് 4 ടക്ക് ഉണ്ടാവും, ഇത് 3 ടക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടക്കിൻ്റെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പറിൽ വരച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്കിത് ചെയ്യേണ്ടത് ഈ ബ്ലൗസിലേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പ്രിൻ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അതിൽ മാർക്ക് ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു 4.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. 4.25 11.5 മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കൈക്കുഴിയിലേക്കുള്ള ടക്ക് 2.25, പിന്നെ നമ്മുടെ പടിയിലേക്കുള്ളതും 2.25 അങ്ങനെ മാർക്ക് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇതേ ബാക്കിൽ അടിയിലെ പീസിലേക്കും ഞാനിതേ ഒരു സൂചി കൊണ്ട് കുത്തിയെടുത്താൽ നമുക്ക് കറക്റ്റ് പോയിൻ്റ് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഞാൻ അടിയിലെ പീസിലും ഈ ടക്ക് മാർക്ക് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഈ ടക്കുകളൊക്കെ അടിച്ചെടുക്കാം. സെൻറ്റർ ടക്കാണ് ആദ്യം തന്നെ അടിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തി കൂടെ ഒരു 1.25 ഇഞ്ച് വീതി വരുന്ന രീതിയിലാണ് ഞാനിത് അടിച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് 2 സ്റ്റിച്ച് വീതം ടക്കുകൾക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ടക്ക് അടിച്ചാൽ നമ്മൾ കറക്റ്റ് ആ അളവ് അടിപ്പ് എവിടെ വന്നേന്ന് നോക്കിയിട്ട് മറ്റേ ടക്കും കറക്റ്റായിട്ട് അതുപോലെ തന്നെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അപ്പോൾ അതേ സെൻറ്ററിലെ 2 ടക്കും കഴിഞ്ഞ് ഇനി കൈക്കുഴിയിൽ നിന്നും ഫ്രണ്ട് നമ്മൾ ഹുക്ക് വയ്ക്കണോടത്തു നിന്നുമുള്ള ഒരു ടക്കും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അതൊക്കെ ഒരു 4 ഇഞ്ച് വീതിയിൽ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ അളവ് ഉണ്ടെങ്കിൽ ആ അളവിൻ്റെ ടക്കുകൾ എത്ര വീതിയിലാണ് ചെയ്തേക്കണത്
ആ വീതിയിൽ തന്നെ നമ്മൾ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് ഇത് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് എല്ലാ ഭാഗവും നമ്മൾ ടക്കിടുന്നത് ഒരു ഫ്രണ്ട് പീസിൻ്റെ വലത്ത് വശവും ഇടത്ത് വശവും കറക്റ്റായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഓരോ ടക്കുകളും ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒപ്പം വെച്ചിട്ട് ലെവൽ ചെയ്യാനാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ലെവലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ടക്കിടലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇത് വേണം ഷോൾഡറും നെക്കുമൊക്കെ കറക്റ്റാക്കി വച്ചിട്ട് നമ്മുടെ പീസ് കട്ടിങ് ഉണ്ടല്ലോ അത് നമുക്കിനി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ വച്ച് കറക്റ്റാക്കി വച്ചിട്ടാണ് നമ്മുടെ ഇവിടെ ഈ കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിങ് ആദ്യം തന്നെ കട്ട് ചെയ്യൂല. ഞാനിങ്ങനെ ഫ്രണ്ട് ടക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആണിത് അതിൻ്റെ മേളിൽ ഇതിങ്ങനെ വച്ച് ബാലൻസ് പീസ് നമുക്കുള്ളത് ഇങ്ങനെ വച്ചിട്ട് വരച്ച് കൊടുക്കും. എന്നിട്ട് അടിയിലും മേളിലുമുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ട് ആണ് ഈ കട്ടിങ് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അടിക്കുമ്പോൾ പിന്നെ ഒരു വ്യത്യാസങ്ങളും ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കട്ടിങ് 3 പീസായിട്ടാണ് വേണ്ടത്. ഓരോ സൈഡിലും 3 പീസ് വീതം വേണമല്ലോ. അപ്പോൾ ഞാനതങ്ങനെ 3 പീസും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പീസായിട്ടുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3 പീസ് വീതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 6 പീസ് വേണം കേട്ടോ. അപ്പോൾ ഓരോ കട്ടിങ്ങിലും 3 പീസ് വീതം. അപ്പോൾ ഞാൻ അത് 3ഉം കൂടി ജോയിൻ്റ് ചെയ്ത് എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ ഒരു പീസിൽ ഫ്രണ്ടിൽ നിന്ന് അടിപ്പ് കൊടുക്കുകയാണ് കേട്ടോ, മറിച്ചിട്ട്. എന്നിട്ട് ഇനി നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് അത് മടക്കി വെച്ച് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കൈ വെച്ച് ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരടിപ്പും കൂടി കൊടുക്കാം. അപ്പോൾ അത് ഈ കട്ടിങ്ങും കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെവൽ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ ഫ്രണ്ട് നമ്മൾ കറക്റ്റാക്കി വച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗവും ഈ കട്ടിങ്ങിൻ്റെ നല്ല ഭാഗവും കൂടി വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് പീസ് അടിക്കുമ്പോൾ വലിച്ചു കൊടുക്കാതെ തള്ളി കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 പീസിൻ്റെ ഇത് നമ്മൾ ഈ തുമ്പ് കറക്റ്റാക്കി വെച്ചിട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ കയറ്റിറക്കം ഇല്ലാതിരിക്കുള്ളൂ. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് 2 ഇതും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്നിച്ച് വെച്ച് അല്ല ഇതൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് അല്ല കറക്റ്റ് അല്ലേന്ന് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഹുക്ക് വയ്ക്കണ പീസും കൊടുക്കണം. നമുക്ക് ഹുക്ക് കൊളുത്താനുള്ള ഇതും കൊടുക്കണം. അപ്പോൾ അതിന് രണ്ടിനും ഞാനിത് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ആദ്യം തന്നെ ഹുക്ക് നമുക്ക് വയ്ക്കാനുള്ള പീസ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഭാഗത്തുനിന്ന് ചീത്ത വശത്തേക്ക് വയ്ക്കണം, മറ്റത് തിരിച്ചുമാണ് നമ്മൾ ചെയ്യണേട്ടാ. ഈ ഹുക്ക് കൊളുത്തണത് ചീത്ത ഭാഗത്തുനിന്ന് നല്ല ഭാഗത്തേക്ക് വടിക്കണം. അപ്പോൾ ഇത് രണ്ടും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഹുക്ക് കൊളുത്താനുള്ളത് നമുക്കിത് ഇങ്ങനെ ഇതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് ആദ്യം തന്നെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിടാം. ഒരു 5 ഹുക്കാണ് ഞാൻ ഇതിന് കൊടുക്കണത്. അപ്പോൾ അത് ഒരു ഇതിട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഹുക്ക് കയറാനുള്ള രീതിയിൽ ആണ് നമ്മളിത് അടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഹെമ്മിങ് ചെയ്തെടുത്താലും അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഓരോ ഭാഗം നമ്മൾ അടിക്കുമ്പോഴും അത് രണ്ടും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഇത് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് ടക്കും അതും ഇതൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളിതിങ്ങനെ രണ്ടും കറക്റ്റ് അല്ലേന്ന് നോക്കി വെച്ചിട്ട് വേണം നമ്മൾ ബ്ലൗസ് ചെയ്യുമ്പോൾ ചെയ്യാൻ കേട്ടോ. ഓരോ ഫ്രണ്ടും ബാക്കും ഓരോന്ന് ചെയ്യുമ്പോഴും ലെവൽ ചെയ്ത് കറക്റ്റാക്കി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് പിന്നെ അധികം മിസ്റ്റേക്കുകളൊന്നും വരില്ല.
ഇപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഈ ഫ്രണ്ടും ബാക്കിൻ്റെയും കറക്റ്റ് അളവിൽ ആക്കി കൊടുക്കാം. ദേ അടിഭാഗം നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ ഫ്രണ്ടിൻ്റെ അടിഭാഗം എത്രയാണോ അതുപോലെ തന്നെ വച്ച് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിലും മേളിലും അടിയിലും അതേ അളവിൽ ചോക്ക് വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഷോൾഡർ അടിക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ ഇത് കുറച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് അടിക്കണതാണ് നല്ലത്, കൈക്കുഴിയുടെ ഭാഗം. അപ്പോൾ ഇതേ ഷോൾഡർ രണ്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൈയെല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കൈ ഇതുമേട്ട് വെച്ച് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും ആ കൈ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയേക്കണ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതി തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ, എന്നാലാണ് അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കി കറക്റ്റാക്കിയിട്ടാണ് ഞാനിത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കൈയും കൈക്കുഴിയും കുഴിച്ച് വെട്ടിയ ഭാഗം കറക്റ്റ് ഒരേ രീതിയിൽ വരണം. എന്നിട്ട് ഞാൻ സെൻറ്ററിൽ നിന്നാണ് ഇത് അടിച്ച് തുടങ്ങണേ കേട്ടോ. ഒരു കൈ അടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. സെൻറ്ററിൽ നിന്ന് അടിച്ചിട്ട് ഇരുഭാഗത്തേക്കും അടിച്ചു കൊടുക്കുകയാണ്. ഫ്ലീറ്റൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് അടിച്ച് സ്ലീവ് ചെയ്യാം കേട്ടോ. ഫ്ലീറ്റൊക്കെ ചെയ്യണ സ്ലീവാണെങ്കിൽ ഇതിപ്പോൾ സെൻറ്ററിൽ നിന്ന് അടിച്ചു കൊടുത്താലാണ് നന്നായിട്ട് പെർഫെക്റ്റായിട്ടും കറക്റ്റായിട്ടും ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ വരച്ചു കൊടുത്ത ആ രണ്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ സൈഡ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇത് ഒറ്റ അടുപ്പിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ അളവുകൾ കറക്റ്റ് ആക്കാനുണ്ടെങ്കിൽ മറ്റേ അളവ് ബ്ലൗസ് വെച്ചിട്ട് കറക്റ്റ് ആക്കാം. അപ്പോൾ ഇതേ കൈയുടെ വണ്ണവും അളവ് ബ്ലൗസിൻ്റെ കറക്റ്റ് വണ്ണം വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഫ്രണ്ടും ബാക്കും അതുകൊണ്ട് തന്നെ കറക്റ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എല്ലാ ഭാഗവും കറക്റ്റാക്കി ശ്രദ്ധിച്ച് ചെയ്താൽ ബ്ലൗസ് അടിക്കാൻ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അതൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതേ നെക്ക് അടിക്കാൻ പോകണം. അപ്പോൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. ഇത് ഒരു 3-4 എണ്ണം വീതം നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് ഇതേ നെക്ക് എടുത്തിട്ട് അതുമ്മ ഫ്രണ്ട് ഈ നല്ല ഭാഗത്ത് ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം കൂടി കറക്റ്റാക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. ഇത് നന്നായിട്ട് വലിഞ്ഞ രീതിയിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നെക്ക് അടിക്കുമ്പോൾ. ഈ നെക്ക് അടിക്കുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ ഒരു ചെറുതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ്. അപ്പോൾ നിങ്ങൾക്ക് നെക്ക് അടിക്കുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് കയറി കാണാം കേട്ടോ. അപ്പോൾ ഇതേ നെക്ക് അടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ ഈ ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.